നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ ഗംഗാധരനും രാജീവനും ശിവശങ്കറും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, അറിയാലോ കാര്യങ്ങളൊക്കെ. വൈജയെ സപ്പോർട്ട് ചെയ്ത് ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ട ബാലേന്ദ്രനും അലീനയ്ക്കുമാണ്. അത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പം എങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോന്ന് പറയാം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് നോക്കിയും കണ്ടും വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറയണം. ഇനി പഴയതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അച്ഛനും അമ്മ ഇങ്ങനെ കഴിയുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ പല കാര്യത്തിലുള്ള താല്പര്യം കൂടും. ഇന്നത്തെ കാലം അറിയാലോ, മദ്യവും മയക്കുമരുന്നും ഒക്കെയാണ്. അതൊക്കെ സൂക്ഷിക്കണം. കല്ല് നിറഞ്ഞ വഴികളാണ്. അവരുടെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. അവരെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം. നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യണം. ഇത് കേട്ടതും രാജീവൻ പറഞ്ഞു, എന്തൊക്കെയാ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ആരുടെ ഭാഗത്താ തെറ്റ്? വൈജയുടെ ഭാഗത്താണോ നമ്മുടെ ഭാഗത്താണോ തെറ്റ്? അത് കേട്ടപ്പം ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജീവ. അല്ല, ഞാനിത് കാര്യം ചോദിച്ചോട്ടെ, വൈജയാണോ അവിടെ തെറ്റ് ചെയ്തേ, അതോ നമ്മളാണോ, രാവണിയമ്മാവനും അച്ഛനൊക്കെയാണോ തെറ്റ് ചെയ്തേ? അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ, അലീനെ ആ കുടുംബത്തിലുള്ളത് തന്നെയാ ഏറ്റവും നല്ല കാര്യം. ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ വൈജ വരുമല്ലോ, അധികം വൈകാതെ തന്നെ അമ്മയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി വിട്ടാരെ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എനിക്കും തോന്നുന്നു അത് നല്ലൊരു കാര്യമാണ്. രാജീവൻ പറഞ്ഞു, അതെ, അമ്മ അവൾ പൊന്നുപോലെ നോക്കും. ഗംഗാധരൻ പറഞ്ഞു, അതിന് സംശയം എന്താ? അമ്മ ഇവിടെ ഏതവസ്ഥയിലായിരുന്നു അറിയാലോ. അവൾ നോക്കിയതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. ആ കുടുംബത്തെ താങ്ങി നിർത്താൻ ഹെൽപ്പുള്ള ഒരേ ഒരാൾ അതല്ല അലീനയാണത്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവളെയാണ് നമ്മൾ അവിടുന്ന് അകറ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്നേ. രാജീവൻ പറഞ്ഞു, ശരിക്കും നമ്മൾ തെറ്റാ ചെയ്തേ. ഗംഗാധരൻ പറഞ്ഞു, അതെ, നീതി കിട്ടേണ്ടിയിരുന്ന അലീനയ്ക്കും ബാലേന്ദ്രനും വേണം. പക്ഷെ നമ്മളാണ് ആ നീതി നിഷേധിച്ചത്. അതൊക്കെ ഇപ്പോൾ ഓർത്ത് കഴിയുമ്പോഴത്തേനും, കാരണം അവർക്ക് മനസ്സിലായി അലീനയുടെ പവർ എന്താണ്, അലീന ആ കുടുംബത്തിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. പിന്നീട് ഗംഗാധരൻ പറഞ്ഞു, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ, അമ്മയോട് കണ്ട് സംസാരിച്ച് യാത്ര പറയട്ടെ എന്ന് പറഞ്ഞ് സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി. പിന്നീട് സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഗംഗാധരൻ. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, അല്ല നീ പോവാണ്ടോ മോനെ? പോവാതിരിക്കാൻ പറ്റുമോ അമ്മേ? എടാ, നീ ഇന്നലെ വന്ന പോലെ എനിക്ക് തോന്നുക. അമ്മേ, പോവാതിരുന്ന കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. എടാ, വൈജയുടെ കാര്യങ്ങൾ, അവളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കോളും. അവളെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി. അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിയാകത്തില്ല. അവൾ ഡിവോഴ്സ് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അവളെ സപ്പോർട്ട് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുന്നത് അറിയാലോ. ബാലേന്ദ്ര സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയാടാ മോനെ. എന്നാലും നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രശ്നങ്ങളൊന്നും വഷളാക്കേണ്ട കാര്യമില്ല. അവരവരുടേതായ ജീവിതം ജീവിച്ച് തീർക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ട കാര്യമില്ല. പിന്നെ പറ്റുമെങ്കിൽ അമ്മ കടപ്പാട്ടൂർക്ക് പോകണമെന്ന് പറയണം. എടാ മോനെ, ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നേ? ബാലേന്ദ്രൻ അത് ഇഷ്ടപ്പെടുവോ? അമ്മേ, ബാലേന്ദ്രൻ അങ്ങനെയൊന്നുമില്ല. അലീനെ അമ്മ പൊന്നുപോലെ നോക്കിക്കോളും. അത് പിന്നെ എന്താ, അമ്മയ്ക്ക് വിശ്വാസക്കുറവ് വല്ലതുണ്ടോ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ അമ്മ ഇവിടെ കിടക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് പോയാൽ മതി, അലീനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് യാത്ര പറഞ്ഞിട്ടാണ് ഗംഗാധരൻ അവിടെ നിറങ്ങുന്നത്. ഗംഗാധരൻ ഇറക്കി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായി. മക്കളൊക്കെ അടുത്തുള്ളപ്പം ഒരു സന്തോഷമുണ്ട്, പക്ഷെ പോകുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനു ബാലേന്ദ്രനും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയാണ് കഥ തുറക്കുന്നത്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആ മനുവേട്ടനോ? എന്താ അങ്കിളില്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറയണ. അങ്ങനെ അപ്പോഴേക്കും ഗംഗാധരനും കൂടെ വന്നു. പിന്നീട് പറഞ്ഞു, അലീനെ, ഇന്ന് ഞാൻ പോവാ, അപ്പം നിങ്ങളോടൊക്കെ ഒന്ന് യാത്ര പറയാമെന്ന് കരുതി വന്നാന്ന് പറയണേ. അച്ഛൻ മുകളിലുണ്ടെന്ന് പറയണ, അച്ഛനെ വിളിക്കാന്ന് പറയണ. അയാൾ ഇതുവരെ മുകളിൽ താഴേക്ക് ഇറങ്ങിയില്ലേന്ന് അലീനയോട് ചോദിച്ചു. ഇല്ലാന്ന് പറയണ. അതെന്താ? അല്ല, താഴത്തെ മുറി അവിടെ ഉണ്ടല്ലോ, അത് പിന്നെ ഇവിടുന്ന് പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ആ മുറി ഒഴിച്ചിട്ടിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, മുറി ഒഴിച്ചിട്ടിട്ട് കാര്യമില്ലോ, മനസ്സിലെ സ്ഥാനം വേണ്ടേന്ന് ചോദിച്ചു. അതിന് അലീന മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. ആഹാ, നീ എന്താ ഭയങ്കര പണിയിലായിരുന്നു തോന്നല്ലോ. അതെ, ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു, പഠിക്കുമായിരുന്നു പറയണ. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയല്ലേ, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി, ഞാനൊന്ന് പോയി ബാലേന്ദ്രനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഗംഗാധരൻ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് അലീന മനുവിനോട് ചോദിച്ചു, അല്ല, ചായയാണോ കാപ്പിയാണോ വേണ്ടേന്ന് ചോദിക്കാം. ചായ എന്ന് പറയണ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണമോളോട് ചോദിച്ചു, എന്തെങ്ങനെയുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ, ഈസി അല്ലേ? അല്ല, അപ്പം നിനക്ക് ആരും മിസ് ചെയ്യുന്നൊന്നുമില്ലേ? മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, എന്നാൽ ഇവിടെ അടിപൊളിയല്ലേ ഞങ്ങള്, ഒരു ടെൻഷനും ഇല്ല, നല്ല ഹാപ്പി ആയിട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഈ സമയം അലീന അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, ശരി ശരി, നടക്കട്ടെ, നിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് മണിശങ്കറും അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയം അലീന ചായയൊക്കെ വെച്ചു.
മണിശങ്കർ വന്നു നിന്നു. അപ്പം മണിശങ്കർ ഒന്നും മിണ്ടുന്നില്ല. അലീന ചോദിച്ചു, എന്താ മനുവേട്ടാ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ലാന്ന് പറയണ. അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കൊല്ലപ്പള്ളി വീട്ടില്? അവിടെ തീവ്രവാദികളല്ലായിരുന്നു ഇത്രയും ദിവസം. ഇപ്പൊ അവരെല്ലാരും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയണ. കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു സങ്കടമൊക്കെയാന്ന് പറയണ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അത് ഞാൻ പിന്നെ അവരുടെ പെങ്ങടെ മോളാന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ അവർക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, അല്ലാതെ അതിനു മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത് എന്നൊക്കെ അലീന പറഞ്ഞു. അതിന് മണിശങ്കർ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല ബാക്കിയുള്ളവരുടെ കാര്യമോ? അവിടെ പിന്നെ ചിലരറിയത്തില്ലാത്തവരുണ്ട്. രോഹിത്, ബബിത, അമ്മ, പിന്നെ ഹരി. അവർക്കൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. കുറെ ടെററിസ്റ്റുകളും ഇങ്ങനെ ഉണ്ട്. അല്ല മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നേ. പിന്നെ നീ ബാലേന്ദ്രന്റെ മോള, അങ്ങനെയാണ് മുത്തശ്ശിയുടെ ധാരണ എന്ന് പറയണ. അതിൽ കൂടുതൽ അറിയാവോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അലീന പറഞ്ഞിട്ട് ചായ എടുക്കുവാണ്. പിന്നീട് അലീന ചായ കൊണ്ട് മണിശങ്കറിന് കൊടുക്കുവാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് മണിശങ്കർ ചായ കുടിച്ചോണ്ട് ചോദിച്ചു, അല്ല ഇവിടെ എന്തൊക്കെയുണ്ട് ഗുഡ് ന്യൂസ്? ഞങ്ങൾ അച്ഛനും പെൺമക്കളും ഇങ്ങനെ ഉള്ള അരിയൊക്കെ വെച്ച് കഴിച്ച് ഇങ്ങനെ കഴിയുന്നെന്ന് പറയണം. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അരി തീർന്നു പോകും പറയണം കേട്ടോ എന്ന് പറയണം. അപ്പോഴേക്കും അലീന ചിരിച്ചു. ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ല 3-4 ദിവസമായിട്ട് മനുവേട്ടനെ കുറിച്ചൊരു വിവരം ഇല്ലായിരുന്നല്ലോ? പിന്നെ എന്ന് പറഞ്ഞിട്ട് മണിശങ്കർ ആ ചായ അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ കോളോ അല്ല ഒരു മിസ് കോളെങ്കിലും അടിക്കാറുണ്ടോ? വന്നു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹം ഒലിപ്പീരും ഒക്കെ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ മനുവേട്ടനെ കുറിച്ച് എന്നും ഓർക്കാറുണ്ടെന്ന് പറയണം. എന്നും ഓർക്കാറുണ്ടോ? പിന്നല്ലേ, ഞാൻ എന്നും ഓർക്കാറുണ്ട് മനുവേട്ടനെ കുറിച്ച്. അത് കേട്ടപ്പോൾ അലീന മണിശങ്കർ ഇങ്ങനെ, അത് കേട്ട് ഞാൻ മണിശങ്കർ അലീന ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും മനു ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? എന്നെ ഓർക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നെ കാണാൻ തോന്നാറുണ്ടോയെന്ന് ചോദിച്ചു. അതിന് അലീന മറുപടി ഒന്നും പറഞ്ഞില്ല. മനുവിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങ് നോക്കുവാണ്. കണ്ണും കൂടെ കൂട്ടുമുട്ടി. രണ്ടുപേരുടെയും കണ്ണിലെ പ്രണയമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് അവരുടെ ആ കുറച്ച് പ്രണയ രംഗങ്ങളൊക്കെ. അപ്പോഴേക്കും മനു പിന്നീട് അലീനയുടെ കൈയെടുത്ത് പിടിച്ച് കണ്ണുകളിലേക്ക് തന്നെ നോക്കുവാണ്. എന്നെ ഇഷ്ടമല്ലേ എന്ന് അലീനയോടൊരു ചോദ്യം. അലീന ഇങ്ങനെ മനുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇഷ്ടമാന്ന് പറയണ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് തഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കട്ടുറുമ്പിനെ പോലെ അങ്ങോട്ട് കൃഷ്ണമോള് വരുന്നത്. കൃഷ്ണമോള് വന്നിപ്പോൾ രണ്ടുപേരും കയ്യൊക്കെ പിടിച്ചിങ്ങനെ നിന്നു. കൃഷ്ണമോൾ ഇങ്ങനെ നോക്കി. രണ്ടുപേർക്കും ആകെപ്പാടെ ചമ്മലായി. രണ്ടുപേരും തിരിഞ്ഞിരിക്കുകയാണ്. കൃഷ്ണമോൾ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഞാനൊരു ശല്യമായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ ശല്യമായി, നീ ഒരു ശല്യമായെന്ന് പറയണം. ആ സമയത്ത് അലീനയെ ചേർത്ത് പിടിച്ചിട്ട് കൃഷ്ണമോൾ പറഞ്ഞു, അതെ എൻ്റെ ചേച്ചിയെ കൊല്ലപ്പള്ളിക്ക് തട്ടിയെടുത്തോണ്ട് പോകാൻ നോക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനുവിന് ചിരി വന്നു. ഈ സമയത്ത് അലീനയോട് പറഞ്ഞു, അതെ ചേച്ചിക്ക് ഭയങ്കര വിഷമമായെന്ന് തോന്നുന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നേ, ഒന്ന് പോടി അവിടുന്ന്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയണ. ആ സമയത്ത് മനുശങ്കർ ചോദിച്ചു, അല്ല അങ്കിൾ എന്തേന്ന് ചോദിക്കണം. മോളത്തെ മുറിയിൽ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ടുള്ള സംസാരമാണെന്ന് പറയണ. ശരി. പിന്നീട് മണിശങ്കർ അലീനയെ നോക്കണം. അവരുടെ കണ്ണും കൂട്ടി മുട്ടുന്നൊക്കെ കൃഷ്ണമോള് നോക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണമോൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് ഗംഗാധരൻ ബാലേന്ദ്രനും ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, അതിൽ പകുതി മുക്കാലും തീർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പകയും വിദ്വേഷവും ഒക്കെ നിർത്തിയിട്ട് ഉള്ള ജീവിതം നന്നായിട്ടൊന്ന് ആസ്വദിച്ച് ജീവിച്ചുകൂടെയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, പകയും വിദ്വേഷവും അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല ഗംഗേട്ടാ. അതെ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അറിയാലോ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എവറസ്റ്റിന്റെ അങ്ങ് മുകളിൽ കയറി നിൽക്കുക. അവളുടെ വിചാരം എന്താ, അവള് വലിയ ആളാന്ന്. വേണമെങ്കിൽ മറ്റുള്ളവർ വന്ന് അവളുടെ കാലിലേക്ക് വീണ് ക്ഷമ പറഞ്ഞോട്ടെ. ആ ഒരു ചിന്താഗതിയിൽ അവൾ നിൽക്കുന്നേ. അവളുടെ അടുത്ത് ഞാൻ താണ് കേട് നിൽക്കണമെന്നോ? ഗംഗാധരൻ പറഞ്ഞു, കുട്ടികളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. കുട്ടികളുണ്ടല്ലോ അവരൊക്കെ വഴിതെറ്റിപ്പോവും. നിങ്ങൾ അച്ഛനും അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ വൈജമായിട്ട് ഒത്തുപോകാൻ നോക്കണം. ബാലേന്ദ്രൻ പറഞ്ഞു, അവളുടെ സ്വഭാവം അറിയാലോ. ഇപ്പം തന്നെ അവൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന സമയത്ത് അവൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മലമൂത്ര വിസർജനം പോലും കിടന്ന കിടപ്പിൽ തന്നെ ചെയ്യുന്നത്. പക്ഷെ അവളുടെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? കുടുംബ കോടതിയായിരിക്കും. കോടതിയിൽ പോയി ഡിവോഴ്സ് വാങ്ങുന്നതിനെ കുറിച്ചായിരിക്കും അവൾ ചിന്തിക്കുന്നത്. അവളുടെ മനസ്സിൽ ആ ചിന്തയായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാനും രണ്ടും കൽപ്പിച്ച അവളുടെ ഭാഗത്ത് നിങ്ങൾ ആങ്ങളമാരൊക്കെ വരുമായിരിക്കും. പക്ഷെ എൻ്റെ ഭാഗത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അലീന. എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്ര അങ്ങനൊന്നുമില്ല, അവള് മാറുമെന്ന് പറയാം. മാറും. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും അവള് മാറും. വീട് മാറാനായിട്ട് ഇരിക്കുമായിരിക്കും, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരിക്കും. അല്ലാതെ അവൾ മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അവളെക്കുറിച്ച് നന്നായിട്ടറിയാലോ. എന്നാലും ഇങ്ങനെ ഒരു സാധനം എങ്ങനെ ആ കുടുംബത്തിൽ വന്ന് പിറന്ന് ഗംഗേട്ട ഏത് സമയത്ത് വന്ന് ജനിച്ചെന്ന് ചോദിക്കാം. ഗംഗാധരൻ എന്തേലും മിണ്ടാറുണ്ടോ? ഗംഗാധരൻ നാണം കിട്ടു ഇങ്ങനെ നിൽക്കുവാണ്. പെങ്ങളുടെ കയ്യിൽ ഇപ്പം നന്നായിട്ടറിയാം. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്ര ഞാൻ നിങ്ങളെ എല്ലാം ഒന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സോൾവ് ആക്കി അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. അറിയാലോ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തെ മൊത്തം ബാധിക്കും. ബാലേന്ദ്രൻ്റെ കാര്യം തന്നെ ഒന്ന് നിർത്തി വയ്ക്കേ. ബാലേന്ദ്രൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം തകർന്നു പോകും. മനസ്സമാധാനം ഇല്ലെങ്കിൽ ഇതൊന്നും പിന്നെ ഉണ്ടാവത്തില്ല. ഒന്നും അല്ലാതായി തീരും. കുടുംബമേ നശിച്ചു പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ പറയണേ. ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ ഗംഗേട്ടൻ. പക്ഷെ എൻ്റെ മനസ്സിലെ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം അവളുണ്ടല്ലോ വൈജയന്തി, അവളുടെ സ്വഭാവം നന്നായിട്ടറിയാലോ. പക്ഷെ അവളോടുള്ള പകയും വിദ്വേഷവും എൻ്റെ മനസ്സിൽ നിന്ന് മായാനൊന്നും പോകുന്നില്ല. അതെൻ്റെ മനസ്സിൽ തന്നെ കിടക്കും. ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്രൻ നീയ വേണ്ട ഗംഗേട്ട. ഗംഗേട്ടൻ കൂടുതലൊന്നും പറയണ്ട. പിന്നെ ഞാനൊരു ഉറപ്പ് തരാം, ഒരു കാരണവശാലും ഞാൻ വൈജയെ അങ്ങോട്ട് ദ്രോഹിക്കാനായിട്ട് പോകത്തില്ല. പക്ഷേ നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഞാനൊന്നും ചെയ്തു കൊടുക്കണ്ട. അപ്പം ഞാൻ വെറുതെ നിന്നാൽ മാത്രം മതി. അവൾ വന്ന് ഓരോന്ന് കുത്തി അവൾ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോളും. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗാധരൻ പറഞ്ഞു, ബാലേന്ദ്രൻ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കീലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബാലേന്ദ്രനോട് പറയണമെന്ന് തോന്നി. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിയേക്കുമെന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, പോയിക്കോ. അധികം വൈകാതെ നിങ്ങളുടെ പെങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളെ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാധരൻ നടക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ പുറയുന്നു വിളിച്ചിട്ട് പറഞ്ഞു, അതെ അലീനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ട് പോയാൽ മതി. നിങ്ങളുടെ പെങ്ങളുടെ മകളല്ലേ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ ഒരു നിമിഷം ബാലേന്ദ്രനെ നോക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.